മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെ കോഴികളെ ശനിയാഴ്ച കൊന്നൊടുക്കും. ഇവിടെ 355 കോഴികളാണ് പക്ഷിപ്പനിയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി ചത്തത്. 900 കോഴികളെയാണ് ഇവിടെ വളർത്തിയിരുന്നത്. കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസസ് ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് H5N1 സ്ഥിരീകരിച്ചത്. കോഴി ഫാമിന് ചുറ്റും 1 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ പക്ഷികളെയും നാളെ കൊന്ന് ശാസ്ത്രീയമായി സംസ്കരിച്ച് അണുനശീകരണം നടത്തും. അവലോകന യോഗത്തിന്റെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ മുതൽ പക്ഷികളെ കൊന്നൊടുക്കുന്ന ജോലി തുടങ്ങും. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീടുകൾ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് 1000-ഓളം വീടുകളിലാണ് സെൻസസ് എടുക്കുന്നത്. പക്ഷികളുടെ എണ്ണം അവരെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാളെ കൊണ്ട് അത് പൂർത്തീകരിച്ച് അതിനുശേഷം ദയാവധം നടത്താനുള്ള ദയാവധം തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ തീരുമാനിച്ചത്. അത് മറ്റ് വേണ്ട സഹായങ്ങൾ മറ്റേ ജില്ലാ മൃഗാശുപത്രി ഓഫീസർക്കും അതുപോലെ തന്നെ ജില്ലാ ആവശ്യപ്പെട്ട എല്ലാ സഹായങ്ങളും പഞ്ചായത്തിന് ചെയ്തു കൊടുക്കും. പഞ്ചായത്ത് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തു കൊടുക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കർഷകർക്കുള്ള നഷ്ടപരിഹാരം അത് ഗവൺമെൻറ് തലത്തിലാണ് എടുക്കേണ്ടത്. ആ കാര്യത്തിനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മണർകാട് പഞ്ചായത്തിലെ 12, 13, 14 വാർഡുകളിലേക്കും കോട്ടയം, ഏറ്റുമാനൂർ നഗരസഭകളിലും വിജയപുരം, ഐമനം, അയർക്കുന്നം, അകലംകുന്ന്, പള്ളിക്കത്തോട്, പാമ്പാടി, മീനടം, കറുകച്ചാൽ, വാകത്താനം, പനച്ചിക്കാട്, കൂരോപ്പട പഞ്ചായത്തുകളിൽ ജൂൺ 29 വരെ കോഴി, താറാവ്, കാട, മറ്റു വളർത്തുപക്ഷികൾ എന്നിവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം തുടങ്ങിയവയുടെ വിൽപ്പനയും കടത്തലും നിരോധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.